HRD program evaluation. Meaning and definition. The process of calculating the amount of utility obtained from the time, money and all the positive efforts applied for providing training is termed as training evaluation or HRD evaluation. അപ്പോൾ നമ്മൾ HRDക്ക് വേണ്ടിയിട്ട് എത്ര റിസോഴ്സസ് ചിലവാക്കി, എത്ര എമൗണ്ട് ചിലവാക്കി, അതേപോലെ തന്നെ എത്ര സമയം ചിലവാക്കി, അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ HRD ഇവാലുവേഷൻ എന്ന് പറയുക. ദ ഇവാലുവേഷൻ ഓഫ് ദ HRD ഫോർ ദ പെർട്ടിക്കുലർ പ്രോഗ്രാം എയിംസ് അറ്റ് ഡിറ്റർമിനിങ് ദ ഫ്യൂച്ചർ നീഡ് ഓഫ് ദ പ്രോഗ്രാം. ഇനി എന്തെങ്കിലും ഫ്യൂച്ചർ നീഡ്സ് നമുക്ക് വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. എനി കൈൻഡ് ഓഫ് ഓൾട്ടറേഷൻസ് റിക്വയർഡ് ഫോർ ദ പ്രോഗ്രാം. അപ്പോൾ എന്തെങ്കിലും ഓൾട്ടറേഷൻസ് വരുത്തണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇവാലുവേഷൻ ഈസ് നോട്ട് ഓൺലി limited to the teachers, trainers or policy makers, but it's important for the learners as well. അപ്പോൾ ഇത് ടീച്ചേഴ്സിനും ട്രെയിനേഴ്സിനും പോളിസി മേക്കേഴ്സിനും മാത്രമല്ല ഈ ഇവാലുവേഷൻ്റെ ഇമ്പോർട്ടൻസ്, ലേണേഴ്സിനും ഉണ്ട്. കാരണം ഇതിൻ്റെ ആക്ടിവിറ്റീസിനെ പറ്റി പഠിക്കുമ്പോൾ ഇത് ഈ ട്രെയിനിങ് എംപ്ലോയീസിന് വെർത്താണോ അല്ലേ എന്നും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഇനി അക്കോർഡിംഗ് ടു ഫിലിപ്സ്, ഇവാലുവേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സിസ്റ്റമാറ്റിക് പ്രോസസ് ടു ഡിറ്റർമിൻ ദ വർത്ത്, വാല്യൂ ഓർ മീനിങ് ഓഫ് സംതിങ്. വർത്ത്, വാല്യൂ അല്ലെങ്കിൽ മീനിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മീനിങ്, ഇതിനെയാണ് നമ്മൾ മീനിങ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ വർത്ത്, വാല്യൂ ഓർ മീനിങ് ഡിറ്റർമിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അക്കോർഡിംഗ് ടു ഫിലിപ്സ് ഡെഫിനേഷൻ. ഇനി പർപ്പസ് ഓഫ് HRD ഇവാലുവേഷൻ. എന്തിനാണ് നമ്മൾ HRD ഇവാലുവേഷൻ ചെയ്യുന്നത്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഇവാലുവേറ്റിംഗ് ട്രെയിനിങ് ആർ ആസ് ഫോളോസ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ HRD ഇവാലുവേഷൻ ചെയ്യുന്നത്. ഫോക്കസ് ഈസ് ഓൺ ഡിറ്റർമിനിങ് ഓൾ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഗോൾസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം ഹാവ് ബീൻ അച്ചീവ്ഡ്. ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഗോൾസ് ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം അച്ചീവ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ സ്പോട്ടിംഗ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കണ്ടക്റ്റഡ് ടു കളക്ട് ഡേറ്റ ആൻഡ് ഹെൽപ്പ് ഇൻ അസിസ്റ്റിംഗ് ഫ്യൂച്ചർ പ്രോഗ്രാംസ്. അപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യാം, ഫ്യൂച്ചർ പ്രോഗ്രാംസിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യാം. ഇനി ഇറ്റ് എൻഷുർ വെദർ ഓർ നോട്ട് ദ ട്രെയിനിങ് പ്രോഗ്രാം വാസ് സ്പെസിഫിക് ആസ് പെർ ദ റിക്വയർമെൻറ്റ്. അതായത് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം നമ്മുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് സ്പെസിഫിക് തന്നെയാണോ, നമ്മുടെ എല്ലാ റിക്വയർമെൻറ്റ്സും അത് മീറ്റ് ചെയ്യുന്നുണ്ടോ. ഇറ്റ് ഹെൽപ്പ് ഇൻ സെലക്ടിങ് ദ സ്പെസിഫിക് പാർട്ടിസിപ്പൻറ്റ് ഓർ മെമ്പർ ഫോർ ഫ്യൂച്ചർ പ്രോഗ്രാംസ്. പിന്നെ ഫ്യൂച്ചർ പ്രോഗ്രാമിലേക്കുള്ള മെമ്പേഴ്സിനെ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അവരെ സെലക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ സ്പോട്ടിംഗ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെമ്പർ എമംഗ് ഓൾ ദ പാർട്ടിസിപ്പൻറ്റ്. അപ്പോൾ എല്ലാ പാർട്ടിസിപ്പൻസിലും നമുക്ക് ആവശ്യമുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണോ അവരെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ട്രെയിനിങ്ങിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് സ്പോട്ട് ചെയ്ത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് ഡേറ്റാ ബേസ് ദാറ്റ് ക്യാൻ പ്രൊവൈഡ് സപ്പോർട്ട് ടു ദ മാനേജ്മെൻറ്റ് ഇൻ മേക്കിംഗ് ഡിസിഷൻ. അപ്പം ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റാ ബേസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും HRD ഇവാലുവേഷൻ. പിന്നെ ഇറ്റ് ഹെൽപ്പ് ഡിറ്റർമിൻ ദ വാലിഡിറ്റി ഓഫ് ദ ടെസ്റ്റ് കേസസ് ആൻഡ് എക്സസൈസ് യൂസ്ഡ് ഇൻ ട്രെയിനിങ് പ്രോഗ്രാം. നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമിൽ യൂസ് ചെയ്ത വാലിഡിറ്റി ടെസ്റ്റ്, കേസ് സ്റ്റഡീസ്, എക്സസൈസ്, ഇതിൻ്റെയൊക്കെ വാലിഡിറ്റി, അതായത് ഇതിൻ്റെയൊക്കെ യൂസസ് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ കമ്പാരിസൺ ഓഫ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം. നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ആണോ കൂടുതൽ, അതോ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ കോസ്റ്റ് കൂടുതൽ ബെനിഫിറ്റ് കുറവാണോ. പിന്നെ ഇറ്റ് ഡിറ്റർമിൻ വെദർ ഓർ നോട്ട് ദ ട്രെയിനിങ് പ്രോഗ്രാം വെയർ ദ റൈറ്റ് സൊല്യൂഷൻ ഫോർ ദ ട്രെയിനിങ് നീഡ് ഐഡൻറ്റിഫൈഡ്. വേറൊരു കാര്യം കൂടി ഇത് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡിറ്റർമിൻ വെദർ ഓർ നോട്ട് ദ ട്രെയിനിങ് പ്രോഗ്രാം വെയർ ദ റൈറ്റ് സൊല്യൂഷൻ. അതായത് ഈ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് സൊല്യൂഷൻ തന്നെയാണോ, നമ്മുടെ ട്രെയിനിങ് നീഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തന്നെയാണോ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ HRD ഇവാലുവേഷൻ്റെ പർപ്പസായിട്ട് പറഞ്ഞേക്കുന്നത്.